പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച പാകിസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. അമേരിക്കൻ, ഇറാൻ പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടത്തുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധക്കെടുതിയിലെ നഷ്ടവും ഹോർമുസിൽ പരിപൂർണ അധികാരവുമാണ് ഇറാന്റെ ആവശ്യം. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? മാത്രമല്ല, ഇസ്രായേലിന്റെ സാന്നിധ്യമില്ലേ അവിടെ? ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ഇസ്ലാമാബാദിലേക്ക് മാറിയിരിക്കുന്നു. ചർച്ചയിൽ എന്ത് തീരുമാനം ഉരുത്തിരിയും എന്നതിൽ തന്നെയാണ് ഏറ്റവും വലിയ ആകാംക്ഷ നിലനിൽക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലായി പറയാനുള്ളത്, ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അതായത് പാകിസ്ഥാനാണ് മധ്യസ്ഥം വഹിക്കുന്നത്, അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. നേരത്തെ ഷഹബാസ് റെയ്സിനെ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹവും ജെഡി വാൻസുമായിട്ട്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്, ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. മറ്റ് പ്രതിനിധികൾ, അതായത് അരകാശി, അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹവുമായും പാക് പ്രതിനിധികളുമായും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകൾ ആദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ചുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതുവരെ ഈ രണ്ട് കൂട്ടരും, അതായത് ഇസ്രായേൽ അമേരിക്ക സഖ്യവും ഇറാനും ഒരു തരത്തിലും അവരുടെ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ചർച്ച നടക്കുമ്പോഴും പുറത്ത് വെല്ലുവിളികൾ മറ്റൊരു വശത്ത് അതിശക്തമായി തുടരുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു വിരോധാഭാസമായി തുടരുന്നത്. ട്രംപ് പറയുന്നത് കപ്പലുകളിൽ വെടിക്കോപ്പുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ചയിൽ ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ അതിശക്തമായി ഇറാനെ ആക്രമിക്കും എന്ന കാര്യമാണ്. അവിടെയാണ് മുസ്തഫ ഖമേനിയുടെ തിരിച്ചുള്ള മറുപടി വരുന്നത്. ഇസ്രായേലിനെയും അമേരിക്കയും നിലംപരിശാക്കും എന്ന തരത്തിൽ തിരിച്ചുള്ള പ്രഖ്യാപനം വരുന്നു, വെല്ലുവിളി വരുന്നു. ഇങ്ങനെ പുറത്ത് നേതാക്കൾ വെല്ലുവിളിക്കുകയും അകത്ത് ഈ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എങ്ങനെയാകും ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്നതിൽ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ആശാവഹമായ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ചർച്ച പൂർത്തിയാകുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരമുണ്ടാകുമോ എന്ന കാര്യത്തിൽ 1% പോലും ഉറപ്പില്ല. കാരണം ഇറാൻ പറയുന്നത് ഹോർമുസിൽ പരമാധികാരമാണ്, അവർ നേരത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തിരുന്നത് ആ തരത്തിലുള്ള കാര്യമാണ്. മാത്രമല്ല, ഏതാണ്ട് 11 ലക്ഷം കോടിയുടെ അവരുടെ ആസ്തികൾ പല ഉപരോധങ്ങളിലൂടെ അമേരിക്ക തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തിരികെ കിട്ടണം. മറ്റൊന്ന്, ഈ യുദ്ധക്കെടുതിയിലുണ്ടായ വസ്തുക്കളുടെ നഷ്ടമാണ്. ഈ നഷ്ടം പരിഹരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഹോർമൂസിലെ ചുങ്കപ്പെരുവ്, അത് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് അമേരിക്ക നിലപാടെടുത്തു കഴിഞ്ഞു. കപ്പലുകളിൽ നിന്ന് അങ്ങനെ ചുങ്കം പിരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലെബനനെ ആക്രമിക്കരുതെന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, തുടരെ ലെബനിലേക്ക് ആക്രമണം നടക്കുന്നു, യമനെ ആക്രമിക്കുന്നു. ലെബനനിൽ ഏതാണ്ട് 250 പേരാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത്. അതിനു മുൻപുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമാധാനത്തിൻ്റെ ചർച്ച ഒരു വശത്ത് പോകുമ്പോൾ പുറത്ത് ആക്രമണം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതിൽ ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വിനോദ്, ഇതിനിടയിലും ഈ യുദ്ധത്തിന്റെ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും അതിനിടയിലാണ് US-ന്റെ യുദ്ധക്കപ്പൽ ഹോർമുസ് കടക്കാനെത്തിയത്. കടന്നു എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ആക്രമിക്കും, മടങ്ങിപ്പോയില്ലെങ്കിൽ തീർത്ത് കളയുമെന്ന് ഇറാൻ പറഞ്ഞു. അതേ തുടർന്ന് തിരികെ പോയി എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അങ്ങനെ ഈ പ്രകോപനം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു ശുഭസൂചനയല്ലല്ലോ. അതാണ് എൽദോ, ഇവിടെ ഒരു തരത്തിലും പുറത്ത് നേതാക്കൾക്കിടയിലോ ഒരു സമവായം ഉണ്ടാകുന്നില്ല. വെടിനിർത്തൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ വെടിനിർത്തലല്ല, ഇതിനു മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ക്രൂഡ് വിലയൊക്കെ ഗണ്യമായി കുറയുന്നൊരു സാഹചര്യമുണ്ടായി, തകർന്ന ഓഹരി വിപണികൾ തിരിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വെടിനിർത്തൽ പറഞ്ഞത് മുതൽ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇറാനാകട്ടെ ഇവരുടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന GCC രാജ്യങ്ങളിലെ മറ്റ് പ്രദേശങ്ങളെ ആക്രമിക്കുന്നു. അത് ദുബായിയെയും സൗദിയെയും കുവൈറ്റിനെയും ഖത്തറിനെയും അടക്കം നിരന്തരം, ബഹ്റൈനും അടക്കം നിരന്തരം തിരികെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് പൊതുവിൽ
ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന നില, സാമ്പത്തികമായി ഇറാൻ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ കൂടി തകർന്നു പോകുന്ന അവസ്ഥ, നാഥൻ ആണവ നിലയത്തിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ ഡീഗോ ഗാർഷ്യയിലേക്ക് തിരിച്ച് ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടാകുന്നു. പിന്നീട് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ അണുവികേന്ദ്രീകരണം അല്ലെങ്കിൽ ആണവ പ്രസരണം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ടെഹ്റാനിൽ എത്തുന്നതിനേക്കാൾ മുൻപ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇത് പടരുമെന്ന ആശങ്ക ഒരു വശത്ത് ഉയരുന്നു. ഇവിടെയാണ് ഇങ്ങനെ ഒരു മധ്യസ്ഥ തലത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല തുർക്കിയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ ഇതിൽ ഇടനില നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സമാധാനം വളരെ അകലെയാണ് എന്ന് സമാധാനം അകലെയാണ് എന്നുള്ളതാണ് അതിലെ ആശങ്കയും. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.